ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ മാങ്ങയുടെയൊക്കെ സീസൺ അല്ലേ, അപ്പോൾ പച്ച മാങ്ങ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമാങ്ങ ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. തൊലി കട്ടിയുള്ളതായതുകൊണ്ട് ഞാനിവിടെ അത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. തൊലി കട്ടിയില്ലാത്തതാണെങ്കിൽ അങ്ങനെ കളയേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഇതൊന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. കൂടുതൽ അങ്ങ് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായ സമയത്ത് ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒന്നൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. കൂടുതൽ അങ്ങ് സോഫ്റ്റ് ആക്കി എടുക്കരുത്, അപ്പം അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ആക്കിയെടുക്കുമ്പം അതിൻ്റെ പുളിയൊക്കെ നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഓവറായിട്ട് പുളിയിൽ തന്നെ നിൽക്കില്ല. അപ്പോൾ പുളിയുള്ള മാങ്ങയൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പം എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി വറ്റൽ മുളകില്ലേ, ആ വറ്റൽ മുളകും കൂടി നമ്മൾ എത്രത്തോളം മാങ്ങ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മാത്രം എടുത്താൽ മതി. കൂടുതൽ അങ്ങ് എടുക്കരുത് കേട്ടോ. അപ്പോൾ കൂടുതലാകുമ്പോൾ അങ്ങ് തോറിയ പോലെ ഉണ്ടാവും. അതും കൂടി ഞാനിവിടെ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം കൂടുതൽ സമയം എണ്ണയിൽ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇടുക, അപ്പം തന്നെ ഒന്ന് വറുത്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. കറിവേപ്പിലും അതേപോലെ തന്നെ വറ്റൽ മുളകും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ നമുക്കൊന്ന് കൈ വെച്ചിട്ട് നേരിടിയാലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പിന്നെ മാങ്ങയിലോട്ടേക്കൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു വറ്റൽ മുളകിൻ്റെ ടേസ്റ്റും പിന്നെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും ഒക്കെ കൂടി ആകുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ കൂടുതൽ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാണ്ടിരിക്കണം. കുറച്ച് മാത്രം ചേർത്താൽ മതി. എത്രത്തോളം മാങ്ങ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 7 വറ്റൽ മുളകോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് കൂടുതലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.